സാധാരണയായി രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, നേതാക്കൾ എന്ന് പറയുമ്പോൾ കൊച്ചും വലുതുമായ പ്രാദേശിക നേതാക്കൾ, മണ്ഡല നേതാക്കൾ, ബ്ലോക്ക് ഏരിയ നേതാക്കൾ, ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ തൊട്ട് മുകളിലോട്ട് പോകും. ഒരു കാര്യം കിട്ടിയാൽ അതിൽ വാസ്തവമുണ്ടോ, അത് വസ്തുതാപരമാണോ, വസ്തുത വിരുദ്ധമാണോ എന്നതിനെ കുറിച്ച് പഠിക്കാതെ അതിൽ എത്തിപ്പിടിച്ചുകൊണ്ട് ഘോരം പ്രസംഗിക്കുന്ന ഒരു പ്രവണത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുണ്ട്. അതിൽ വസ്തുതാപരമായി എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണാജനകമാണോ, അതുമല്ലെങ്കിൽ അതിൽ സത്യവുമായി ബന്ധമുള്ളതാണോ, അതിൻ്റെ പൊരുള് എന്താണ് എന്നൊന്നും കണ്ടെത്താൻ ശ്രമിക്കാതെ കിട്ടിയ ഒരു പിടിവള്ളി എന്ന നിലയിൽ അത് വെച്ച് കാച്ചുന്ന ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നത നേതാവ് KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. തലശ്ശേരി ലഹളയ്ക്ക് തുടക്കമിട്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം CPIM-ന്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കെ സുധാകരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനിശ്ചിത നേതാവാണ്, അധ്യക്ഷനാണ്, പ്രസിഡന്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെതായ മാന്യത കൽപ്പിക്കണം. എന്തെങ്കിലും അങ്ങ് പറയുന്ന ഒരു പ്രവണത ആവരുത്. തലശ്ശേരി ലഹള നടക്കുന്നത് 1970-ലാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് CPI-യുടെ നേതാവ് ശ്രീ C. അച്യുത മേനോനാണ്. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് K. കരുണാകരനാണ്, കോൺഗ്രസിന്റെ നേതാവ്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ CH മുഹമ്മദ് കോയയാണ്. ഈ മൂന്ന് പേരും എടുത്തു പറയുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, പ്രത്യേക കാരണങ്ങളുണ്ട്. തലശ്ശേരി ലഹള നടക്കുമ്പോൾ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2 അംഗങ്ങളിൽ ഒരാളായിരുന്നു പിണറായി വിജയൻ. രണ്ടാമത്തെ ആൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ PR ശിവനാണ്. രണ്ടുപേരും CPM-ന്റെ പ്രതിനിധികൾ, CPM-ന്റെ MLA-മാർ. 1970-ലാണ് തലശ്ശേരി ലഹള നടക്കുന്നത്. അത് തുടങ്ങി വെച്ചത് പിണറായി വിജയനാണെന്നാണ് കെ. സുധാകരന്റെ ആക്ഷേപം, അഭിപ്രായം. എന്നാൽ അതിന്റെ വസ്തുതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിന്റെ പൊരുളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക്, ചേതോപകരത്തേക്ക്, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക്, അതിന്റെ ഉള്ളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തലശ്ശേരി ലഹളയുടെ ആരംഭം എന്ന് പറയുന്നത്, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ CH മുഹമ്മദ് കോയയും അന്നത്തെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും തമ്മിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു അഭിപ്രായ ഭിന്നതയാണ്. ആ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇരുഭാഗത്ത് നിന്നവർ രാഷ്ട്രീയ മാനം കണ്ടെത്തി, രാഷ്ട്രീയ മാനം അതിൽ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ CH മുഹമ്മദ് കോയയുടെ ഭാഗത്ത് നിൽക്കുന്നവർ ഒരു ഭാഗവും, മലപ്പുറം മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്നവർ മറുഭാഗത്തുമായി സംഘടിച്ചു. അവരിൽ ആർക്കാണ് ശക്തി കൂടുതലെന്നുള്ളത്
അന്നത്തെ കാഴ്ചപ്പാടിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനാണെന്നാണ് പുറമേ കിട്ടിയ അന്നത്തെ റിപ്പോർട്ടുകൾ. എന്തൊക്കെയാലും ഇരുഭാഗത്തും ആ ഗ്രൂപ്പുകൾ ശക്തമായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് തലശ്ശേരി ലഹളയിലേക്ക് വഴിതെളിച്ചത്. ഇതാണ് സത്യമെന്നിരിക്കെ, ഇതാണ് വസ്തുത എന്നിരിക്കെ, ഇത് മടച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും തോന്നുന്ന പടി വിളിച്ചു പറഞ്ഞ് അണികളെ വികാരം കൊള്ളിച്ചുകൊണ്ട്, അണികളുടെ സിന്ദാബാദ് വിളി കേട്ട് സന്തോഷിച്ചുകൊണ്ട്, അണികളുടെ കയ്യടി വാങ്ങിക്കെട്ടി സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലവാരം എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തു പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ സി അച്യുതമേനോന്റെ ആത്മകഥയിൽ ഇത് പറയുന്നുണ്ട്. CH മുഹമ്മദ് കോയയും മലപ്പുറം മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള പിണക്കം, തമ്മിൽ വിരോധം, ആ വിരോധത്തിൽ ഇരുഭാഗത്തും ആളെ കൂട്ടി ഉണ്ടായ സംഘർഷമാണ് അത് തലശ്ശേരി ലഹളയിലേക്ക് വഴിതെളിച്ചത്. അവസാനം ഒരു ഭാഗത്ത് CPM-ഉം ഒരു ഭാഗത്ത് RSS-ഉം നിലകൊണ്ടപ്പോൾ കോൺഗ്രസുകാർ കളം മാറി നിന്ന് അത് കണ്ട് കൗതുകപൂർവ്വം രസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ട് എന്നത് കണ്ടുപിടിക്കേണ്ടത് രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. എന്തായാലും അന്ന് ആ സംഭവം അവസാനം RSS CPM മാർക്സിസ്റ്റ് സംഘടനത്തിലേക്ക് വഴിതെളിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. 2 ഡസനിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരെല്ലാം തന്നെയും സാധാരണ കുടുംബത്തിലുള്ള ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ. ഒരു നേതാവിന്റെ മകനും ആ കലാപത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് അറിവില്ല. അവിടെ സംഭവിച്ചത് 2 നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം, അവരുടെ പ്രബലത വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2 ഓരോരുത്തരും ഓരോ വിഭാഗക്കാരെ കൂടെ നിർത്തിയതിന്റെ ഫലമായി അവിടെ നിന്നും ഉയർത്തിരിഞ്ഞു വന്ന ഒരു കലാപമാണ് തലശ്ശേരി ലഹളയിൽ കൊണ്ടെത്തിച്ചതും നിരവധി പേരുടെ ജീവനെടുത്തത്. ഇത് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നാളിതുവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ 600-ലധികം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പകുതി പേർ RSSകാരും, പകുതി RSS BJPക്കാരും, പകുതി പേർ CPMകാരുമാണ്. ഒരു 10-15 കോൺഗ്രസുകാരും ഉൾപ്പെടുമായിരിക്കും. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മറ്റ് തെക്കൻ രാഷ്ട്രീയത്തിനേക്കാൾ വളരെ വ്യത്യാസമാണ്. അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. അവിടെ N രാമകൃഷ്ണന്റെയും PK രാഘവന്റെയും റോസക്കുട്ടി ടീച്ചറുടെയും ഒക്കെ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് K സുധാകരൻ എന്ന് പറയുന്ന യുവ നേതാവ്, കോൺഗ്രസിന്റെ യുവ നേതാവ് രംഗത്ത് വരികയും അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം കണ്ണൂരിൽ ജീവനെടുക്കുകയും ചെയ്തു. ബോംബുണ്ടാക്കുക, ബോംബെറിയുക, പരസ്പരം ബോംബെറിയുക. പക്ഷേ ബോംബെറിയുമ്പോഴും കൊല്ലപ്പെടുന്നവരും എല്ലാം തന്നെയും സാധാരണ കുടുംബത്തിലെ ചെറുപ്പക്കാരാണെന്നുള്ള കാര്യം പലരും വിസ്മരിക്കപ്പെടുന്നുണ്ട്. അന്ന് നടന്ന ഒരു സംഭവത്തോടു കൂടി ഇന്നത്തെ പത്രാധിപർ പ്രതികരിക്കുന്നു എന്ന് നടന്ന പ്രോഗ്രാം ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് നടന്ന ഒരു സംഭവം, തലശ്ശേരി ടൗണിലേക്ക് വന്ന ഒരു പ്രൈവറ്റ് ബസ്, ആ പ്രൈവറ്റ് ബസ്സിന് അകത്ത് ഒരു RSSകാരൻ ഇരിപ്പുണ്ടെന്നുള്ള ഒരു സന്ദേശം CPMന്റെ ഓഫീസിൽ ലഭിക്കുന്നു. കിട്ടിയ പാതി, കിട്ടാത്ത പാതി, കേട്ട പാതി, കേൾക്കാത്ത പാതി അവിടെ CPMകാർ സംഘടിക്കുന്നു. ആ ബസ്, ആ പ്രൈവറ്റ് ബസ് തലശ്ശേരി ടൗണിലെത്തിയപ്പോൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബസ് തടഞ്ഞു നിർത്തുന്നു. ആ ബസ്സിലേക്ക് CPM പ്രവർത്തകർ ഇരച്ചു കയറുന്നു. ഇത് കണ്ട് ഭയന്ന് ഒരു ചെറുപ്പക്കാരൻ, 10-21 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഭയന്ന് വിളച്ചിരിക്കുന്നു.
ഇതിനിടയ്ക്ക് ആരോ ഒരു അടി അയാളുടെ ചെവിക്കലിന് കൊടുത്തു. അയാൾ വണ്ടിയിൽ നിന്നും എടുത്തിയാടി ഓടി. അതാ പോണു RSSകാരൻ വിളിച്ചത് CPIക്കാർ. അവർ കമ്പും വടിയും വടിവാളുമായി ആ പയ്യന്റെ പുറകെ ഓടി അവനെ വെട്ടിക്കൊന്നു. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ആ പയ്യൻ ഒരു മുസ്ലിം പയ്യനായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത്. ഇതായിരുന്നു തലശ്ശേരി ലഹള. നന്ദി, നമസ്കാരം.